ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ED അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. കേസ് രേഖകൾ വേണമെന്ന EDയുടെ ആവശ്യം വീണ്ടും പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകി. അന്വേഷണത്തിന് ഹൈക്കോടതി 1 മാസം കൂടി സമയം നീട്ടി നൽകി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തായാലും ശബരിമലയിൽ ED എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതായത് ED അന്വേഷണത്തിന് തടസ്സമില്ല എന്നൊരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് 1 മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നു. കാരണം ഇനിയും നിരവധി പേരെ ചോദ്യം ചെയ്യാനുണ്ട്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പലരിലേക്കും SIT അന്വേഷണം എത്തിയിട്ടില്ല. അതുകൊണ്ടൊരു സാവകാശം കൂടി അനുവദിച്ചിരിക്കുന്നു. ഹൈക്കോടതി ഇന്ന് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടോ? നമ്പ്യാർ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള SP ശശിധരൻ നേരിട്ട് ഹാജരായാണ് നിലവിലെ കേസന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഒപ്പം തന്നെ കാലാവധി നീട്ടിക്കിട്ടണമെന്നുള്ള ആവശ്യവും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നോട്ട് വെച്ചു. തുടർന്നാണ് ഹൈക്കോടതി 1 മാസം കൂടി അന്വേഷണത്തിന് വേണ്ടിയിട്ട് കാലാവധി നീട്ടി നൽകിയിട്ടുള്ളത്. അതിനിടെ തന്നെയാണ് സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ഹർജി കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. അതായത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് രേഖകൾ, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ FIR, FIS ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതി ഈ അപേക്ഷ തള്ളിയതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ കേസ് രേഖകൾ നൽകാനായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. ഈ ഹർജിയും ഹൈക്കോടതി ഇന്ന് ഒരുമിച്ച് പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞത്, ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയെ ആ കേസിൽ EDയുടെ അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല, EDയുടെ അന്വേഷണമാകാമെന്നുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയും ഒപ്പം തന്നെ EDയുടെ അപേക്ഷ അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി വീണ്ടും പരിഗണിച്ച് തീരുമാനമെടുക്കാനും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. പുതിയ ഒരു അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കണം. എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ആവശ്യപ്പെടുന്നത്, അതോടൊപ്പം തന്നെ അന്വേഷണത്തിന് ഈ കേസ് രേഖകൾ ഏത് വിധത്തിലാണ് ആവശ്യം, ഇത്തരത്തിൽ വിശദമായിട്ടുള്ള കാര്യകാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടായിരിക്കണം പുതിയ അപേക്ഷ ED മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ EDയുടെ ആവശ്യം ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചുകൊണ്ട് തീരുമാനം ഉടൻ സ്വീകരിക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, നേരത്തെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളടക്കം ഭക്തരടക്കം ഉന്നയിച്ച ഒരു ആവശ്യമാണ് കേന്ദ്ര ഏജൻസി ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണം ഏറ്റെടുക്കണമെന്നുള്ളത്. എന്തായാലും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന് പുറമെ സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണം സുതാര്യവും സ്വതന്ത്രവുമായിട്ട് ED നടത്തും. അതിന്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് പുതിയൊരു അപേക്ഷ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് കേസ് രേഖകൾ ആവശ്യപ്പെടുന്നത്. ഈ കേസ് രേഖകൾ എന്ന് പറയുന്നത് ഈ അന്വേഷണത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഈ നിലവിൽ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുള്ള കേസിന്റെ FIRൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണമാണ് EDക്ക് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിലവിൽ എടുത്തിട്ടുള്ള എല്ലാ നടപടികൾ, അത് സംബന്ധിച്ചുള്ള എല്ലാ വിശദമായിട്ടുള്ള രേഖകളും EDയുടെ അന്വേഷണത്തിന് വേണം. അതുകൊണ്ടാണ് ഈ FIR ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, ആ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ED അപേക്ഷ നൽകിയിരുന്നത്. എന്തായാലും ഈ നിലവിൽ ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളും അവരുടെ തെളിവുകൾ അടക്കം, അവരുടെ രേഖകൾ അടക്കം EDക്ക് കൈമാറേണ്ടി വരും. എന്തായാലും അതിന്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ED മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കണം. ആ ഒരു അപേക്ഷ ബന്ധപ്പെട്ട കോടതി പരിഗണിച്ച് തീരുമാനം എടുക്കാനുമായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 2 പ്രധാനപ്പെട്ട ഇടപെടലുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ED അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. കേസ് രേഖകൾ വേണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം വീണ്ടും പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകി. അന്വേഷണത്തിന് ഹൈക്കോടതി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിന് ഹൈക്കോടതി 1 മാസം കൂടി സമയം നീട്ടി നൽകിയിട്ടുണ്ട്.